നമസ്കാരം. മറുനാടൻ മലയാളി കോഴിക്കോട് യങ് ഇന്ത്യ PR ഏജൻസിയുടെ സഹായത്തോടെ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യ ഫലം ഇന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ചേലക്കരയിൽ UDFും LDFും തമ്മിൽ കടുത്ത മത്സരമാണെന്നും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 2% വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ മുൻതൂക്കം നേടുന്നു എന്നുമായിരുന്നു ഫലം. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾ പുറത്തുവിടുന്നത് പാലക്കാട് ഒപ്പീനിയൻ പോളാണ്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാലക്കാട് ഇനിയും മാറ്റം വരാം. കാരണം ഇനി വരുന്ന 3 ദിവസം കൂടി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കും. ചേലക്കരയിലും വയനാടും ഇന്നോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ കൂടുതലായി കിട്ടുന്ന 3 ദിവസം സകല പാർട്ടി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും പാലക്കാടേക്ക് ഫോക്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ പാലക്കാട് സ്ഥിതിവിശേഷം ഇനി വരുന്ന ദിവസങ്ങളെ ആശ്രയിച്ച് അവസാന നിമിഷം മാറ്റങ്ങൾക്ക് വിധേയമാകാം. ഡബിൾ ബ്ലൈൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഞങ്ങൾ സർവേക്ക് ഉപയോഗിച്ചത്. ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ ചീഫ് R പീയൂഷിന്റെ നേതൃത്വത്തിൽ 2 സംഘങ്ങൾ 3 ദിവസം തുടർച്ചയായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പലയിടങ്ങളിലും സന്ദർശിച്ച് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഇടങ്ങൾ, പൊതുവിടങ്ങൾ, ബസ് സ്റ്റാൻഡുകളെ, മാർക്കറ്റുകളെ, റെയിൽവേ സ്റ്റേഷനുകളെ, ഷോപ്പിംഗ് മാളുകളെ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ സന്ദർശിച്ച് എല്ലാ പ്രായത്തിലുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും പല തൊഴിൽ ചെയ്യുന്നവരും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സാമ്പിൾ സർവേ. ഇത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പ്രതിനിധീകരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ജാഗ്രത കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സർവേ ഫലം തെറ്റുകയില്ല എന്നുള്ള കണക്കുകൂട്ടൽ ഞങ്ങൾക്കുണ്ട്. 2016ലെയും 2021ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെയായിരിക്കും അധികാരത്തിലെത്തുക എന്ന് കൃത്യമായി ഞങ്ങൾ പ്രവചിച്ചിരുന്നു. 2021ൽ മറുനാടൻ മലയാളി CPMനും LDFനും എതിരാണെങ്കിലും ഞങ്ങളുടെ സർവേ ഫലം വ്യക്തമാക്കിയത് ഇടതുമുന്നണി തന്നെ അധികാരത്തിലെത്തുമെന്നാണ്. 2019ലും 24ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMനെ തറപറ്റിച്ച് UDF തൂത്തുവാരുമെന്ന് പ്രവചിച്ചത് ഞങ്ങളുടെ സർവേ ഫലമായിരുന്നു. ഈ കഴിഞ്ഞ 8 വർഷ കാലയളവിൽ കേരളത്തിൽ നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും ഞങ്ങൾ നടത്തിയ സർവേ ഫലം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ചില മണ്ഡലങ്ങളിൽ മാറ്റം വന്നാലും ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ കണക്കുകൂട്ടൽ കൃത്യമായി വന്നു എന്നതുകൊണ്ട് തന്നെ മറുനാടിന്റെ ഒപ്പീനിയൻ പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചേലക്കരയിലെ അഭിപ്രായ സർവേയുടെ ഫലം പുറത്തുവിട്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പാലക്കാടും ശക്തമായ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് നോട്ടയ്ക്ക് പാലക്കാട്ട് 6% പേരുടെ പിന്തുണയുണ്ട്. താരതമ്യേന നോട്ടയ്ക്ക് 6% എന്ന് പറയുന്നത് ഉയർന്ന നിരക്കാണ്. അതേസമയം മറ്റുള്ളവർ എന്ന കാറ്റഗറിയിൽ 2% പേർക്ക് മാത്രമേ വോട്ട് പറയുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഉണ്ടായത് പാലക്കാടായിരുന്നു. ഏറ്റവും വലിയ വിഷയമായി രൂപപ്പെട്ടതും നീല ട്രോളി ബാഗാണ്. അപ്രതീക്ഷിതമായി കേരള പോലീസ് പാതിരായ്ക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഹോട്ടൽ മുറികളിൽ റെയ്ഡ് നടത്തുകയും കള്ളപ്പണം പിടിക്കുമ്പോൾ ആഘോഷിക്കാൻ CPMും BJPയും ഒരുമിച്ച് പുറത്തു നിൽക്കുകയും ചെയ്തത് ഇത്തെരഞ്ഞെടുപ്പിൽ അതിനിർണായക ഘടകമായി മാറി. UDFന് ഏറ്റവും വലിയ സഹായമുണ്ടാക്കിയതും പാലക്കാട് റെയ്ഡാണ് എന്ന് ഞങ്ങളുടെ സർവേ ഫലം വ്യക്തമാക്കുന്നു. പാതിര റെയ്ഡിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് 60% പേരും അത് UDFന് ഗുണം ചെയ്യും, CPMനും BJPക്കും ദോഷം ചെയ്യും എന്ന നിലപാടുള്ളവരാണ്. പാതിര റെയ്ഡ് ചീറ്റിപ്പോയ CPMന്റെ ഒരു തന്ത്രമായിരുന്നു. അത് BJPക്ക് വേണ്ടി ഒരുക്കിയ കെണിയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പാലക്കാട്ടുകാർ വിശ്വസിക്കുന്നത് എന്ന് വേണം സർവേ ഫലത്തിന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ. പാലക്കാട് CPM മത്സരിക്കുന്നത് ചേലക്കരയിൽ BJP മത്സരിക്കുന്നത് പോലെയാണ്. 3ാം സ്ഥാനത്തിന് വേണ്ടി കടമെടുത്ത സ്ഥാനാർത്ഥിയുമായുള്ള മത്സരം അതിക്കുറിയും അങ്ങനെ തന്നെയാണ്. CPMനെ പ്രതീക്ഷിച്ചതുപോലെ ഒരു തരത്തിലും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ നിന്നും കടമെടുത്ത ഡോക്ടർ സരിൻ അക്ഷരാർത്ഥത്തിൽ നിരാശപ്പെടുത്തി CPMകാരെയും എന്ന് വേണം സർവേ ഫലത്തിൽ നിന്നും മനസ്സിലാക്കാൻ. സരിൻ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ പരാജയവും പാതിര റെയ്ഡിലൂടെ ഉണ്ടായ നാണക്കേടും ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഇക്കുറിയും 3ാം സ്ഥാനത്ത് തന്നെ CPMനെ പ്രതിഷ്ഠിക്കുന്നു. ഡോക്ടർ P സരിൻ ഇടതുമുന്നണിക്ക് വേണ്ടി പരമാവധി നേടുക 26% വോട്ടുകളായിരിക്കും. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇക്കുറിയും നടക്കുന്നത് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള മത്സരമാണ്. കഴിഞ്ഞ തവണ പാലക്കാട് BJP വലിയ മത്സരമാണ് കാഴ്ചവെച്ചത്. മെട്രോമിയൻ E ശ്രീധരനെ ഇറക്കി ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും 4000-ൽ താഴെ വോട്ടുകൾക്കാണ് ശ്രീധരൻ തോൽക്കുന്നത്. ആ 4000 വോട്ട് ഇക്കുറി 1000 വോട്ടിന്റെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിന് കാരണമാകും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയതും വോട്ട് വർദ്ധിപ്പിച്ചതുമാണ് BJPയുടെ പ്രതീക്ഷ.
എന്നാൽ CPM-ഉം BJP-യും തമ്മിൽ ഒത്തുകളിയുണ്ട് എന്നുള്ള ആരോപണവും പാതിരാ റെയ്ഡിൽ അവർ ഒരുമിച്ച് നിന്നതും BJP-യിലെ ആഭ്യന്തര പ്രശ്നവും BJP-യുടെ വിജയ സാധ്യത വലിയ തോതിൽ കുറയ്ക്കുന്നു എന്ന് മറുനാടൻ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിയ മുന്നേറ്റമാണ് പാലക്കാട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല എന്നാണ് മറുനാടൻ സർവേ ഫലം വ്യക്തമാക്കുന്നത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോലെ തന്നെ ശ്രദ്ധേയമായ മുന്നേറ്റമായിരിക്കും പാലക്കാടും ഇക്കുറി കോൺഗ്രസ് നേടുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ 38% പേരുടെ പിന്തുണയുള്ളപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് കേവലം 28% പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ എന്നും 26% പേരുടെ പിന്തുണയോടെ ഡോക്ടർ സരിൻ മൂന്നാമതെത്തുന്നു എന്നുമാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കേവലം 4000 വോട്ടിന് താഴെ വ്യത്യാസത്തിൽ തോറ്റുപോയ BJP-ക്ക് ഇക്കുറി വലിയ തിരിച്ചടി നേടുമെന്നും 10% പിന്തുണ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നും വ്യക്തമാക്കുന്നു. ഈ 10% വ്യത്യാസം എന്ന് പറയുന്നത് 15,000-നും 18,000-നും ഇടയിൽ വോട്ടുകളുടെ വ്യത്യാസമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നർത്ഥം. 2016-ന്റെ തനി ആവർത്തനമായിരിക്കും പാലക്കാട് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. 2016-ൽ ശോഭാ സുരേന്ദ്രനെ BJP പാലക്കാട് മത്സരിപ്പിച്ചപ്പോൾ അപ്രതീക്ഷിതമായി രണ്ടാമതെത്തുകയും CPM മൂന്നാമതെത്തുകയും ചെയ്തു. CPM-ഉം BJP-യും തമ്മിൽ നേരിയ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കുറി അത് ആവർത്തിക്കുമെന്നും 2016-ൽ ഷാഫി നേടിയ 17,483 എന്ന ഭൂരിപക്ഷത്തിനടുത്തേക്ക് ഇക്കുറിയും കോൺഗ്രസ് എത്തുമെന്നുമാണ് സൂചനകൾ. അതായത് 2016-ന്റെ തനി ആവർത്തനമായിരിക്കും 2024-ലെ ഉപതെരഞ്ഞെടുപ്പിൽ. 2021-ൽ 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താഴെ മാത്രം ജയിച്ച ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ വലിയ ജനപിന്തുണ സമസ്ത മേഖലകളിലുമുണ്ട്. ഷാഫി പ്രസ്റ്റീജ് വിഷയമായി എടുത്തുകൊണ്ട് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നതും E. ശ്രീധരനെ പോലൊരു മികച്ച സ്ഥാനാർത്ഥി BJP-ക്ക് ഇല്ലാത്തതും കോൺഗ്രസിലെ ഭിന്നതകളെല്ലാം മറന്ന് നേതാക്കൾ ഒരുമിച്ച് പോരാടുന്നതും പാളിപ്പോയ പാതിരാ റെയ്ഡിന്റെ പേരിൽ അവസാന നിമിഷം കോൺഗ്രസിനെ എഡ്ജുണ്ടാക്കി കൊടുക്കാൻ CPM തീരുമാനിച്ചതുമൊക്കെ ഈ അസാധാരണമായ നേട്ടത്തിന് കാരണമാകുന്നു. അത് വ്യക്തമായി പറയാം, പാലക്കാട് ഇക്കുറി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം തട്ടിപ്പറിക്കാൻ BJP-ക്കോ CPM-നോ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് 15,000 വോട്ടെങ്കിലും ഭൂരിപക്ഷം നേടി ഇക്കുറി പാലക്കാട് കീഴടക്കും.